നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിൻ തട്ടി മരണം എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നത്. കാരണം പെട്ടെന്ന് ട്രെയിൻ വരുന്നു, അതുവഴി അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾ ചിന്നിച്ചിതറി പോകുന്നു. ഒരു പക്ഷേ ട്രെയിനിലെ എല്ലാ യാത്രക്കാരുടെ ജീവന് പോലും ആപത്താകുന്നതാണ് ട്രെയിനിലേക്ക് മുന്നിൽ ചാടി മരിക്കുന്ന ആത്മഹത്യ എന്ന് പറയുന്നത്. ഫിറോസാബാദ് ജില്ലയിലെ ഷിക്കോഹാബാദിൽ നിന്നുള്ള ബന്ധുക്കളായ 2 പെൺകുട്ടികൾ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഓടുന്ന ട്രെയിനിന് മുന്നിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ചു. ഉത്തർപ്രദേശിലെ താന മഖൻപൂർ പ്രദേശത്തെ ഈ ജബ്ദയിൽ താമസിക്കുന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ രശ്മി യാദവ് എന്ന 18 വയസ്സുകാരിയും സഹോദരിയായ 11ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിനിയുമായ 17 വയസ്സുകാരിയായ പെൺകുട്ടിയുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാവിലെ 10:00 ഇരുവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൽക്കരിയിൽ നിന്ന് ഹൗറയിലേക്ക് പോവുകയായിരുന്ന നേതാജി എക്സ്പ്രസിന് മുന്നിൽ ചാടിയാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത്. ട്രാക്കിൽ കൈകൾ കോർത്തു പിടിച്ച 2 പെൺകുട്ടികൾ നിൽക്കുന്നത് കണ്ട ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് നിരവധി തവണ ഹോൺ മുഴക്കിയെങ്കിലും ഇരുവരും ട്രാക്കിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തക്ഷണം തന്നെ മരിച്ചു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFും ഗവൺമെന്റ് റെയിൽവേ പോലീസ് GRP എന്നിവരിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. GRP സംഘം രശ്മിയുടെ സഹോദരൻ മോഹിത് യാദവിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇരുവരുടെയും മരണം സ്ഥിരീകരിച്ചത്. കുടുംബ പ്രശ്നമാണ് ഇരുവരുടെയും മരണത്തിന് കാരണമെന്ന് കരുതുന്നു. വീട്ടിൽ നിന്നും ദേഷ്യപ്പെട്ടാണ് ഇരുവരും ഇറങ്ങിപ്പോയത് എന്നും വീടിന് 4 കിലോമീറ്റർ അകലെയുള്ള മഖൻപൂർ റെയിൽവേ യാർഡിന് സമീപത്താണ് അപകടമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ട്രാക്കിലൂടെ വേഗത്തിലെത്തിയ ട്രെയിൻ ഇടിച്ച ഇരുവരുടെയും ശരീരം ചിന്നിച്ചിതറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അപകടത്തെ തുടർന്ന് 10-15 മിനിറ്റോളം ട്രെയിൻ പിടിച്ചിട്ടിരുന്നു. അതേസമയം ആത്മഹത്യ കാരണം വെളിപ്പെടുത്താൻ കുടുംബം മടിച്ചു. കുടുംബം അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസിന്റെ ആരോപണം. എന്നാൽ ഇരുവരും പുസ്തകങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോകുകയാണ് എന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നെന്നും മോഹിത് മൊഴി നൽകി. റിപ്പോർട്ടിൽ വ്യക്തമായാണ് ഇത് പറയുന്നത്. രശ്മി, മുസ്കാൻ, മോഹിത് എന്നിവർക്ക് 2 സഹോദരിമാർ കൂടെ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികൾ ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്തെന്ന ചോദ്യമാണ്. ഇരുവരും കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. തക്ഷണം തന്നെ അവർ മരിച്ചു. പക്ഷെ എന്തുകൊണ്ട് കുടുംബം സഹകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് തന്നെ നമുക്ക് ഉത്തരം വളരെ വ്യക്തമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ നേരിട്ട പീഡനമാണോ അല്ലെങ്കിൽ മാനസിക സംഘർഷമാണോ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന വലിയ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.